എത്ര തവണ മുഖം വാഷ് ചെയ്തിട്ടും ഫേസിലെ ഓയിൽ പോകുന്നില്ല എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ പോലും അറിയാതെ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ആകാം അതിന് പിന്നിലെ റീസൺ. ഓയിലി സ്കിൻ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ കറക്റ്റ് ആയിട്ട് ഒരു റുട്ടീൻ ഫോളോ ചെയ്താൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഒന്നുകിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്യുക. അതും മാക്സിമം ഒരു ദിവസം 2-3 തവണ മാത്രം ഫേസ് വാഷ് ചെയ്താൽ മതിയാകും. ഓയിലി സ്കിന്നുള്ള ആൾക്കാർ മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൺസ്ക്രീൻ. ഓയിലി സ്കിൻ ആണെന്ന് കരുതി ആദ്യം സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്ത് അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരു ജെൽ ബേസ് സൺസ്ക്രീൻ വേണം എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മേക്കപ്പ് പ്രോഡക്റ്റ്സ്. മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നോൺ കൊമിഡോജനിക് പ്രോഡക്ട്സ് തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ചിലപ്പോൾ ഫേസിലെ ഓയിൽ പോകാനായിട്ട് ഡെയിലി 7-8 തവണയൊക്കെ ഫേസ് വാഷ് ചെയ്യാറുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഓവർ വാഷിംഗ് മൂലം നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ കൈകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് തൊടുന്ന സ്വഭാവക്കാരാണെങ്കിൽ അതും നിങ്ങൾ ലിമിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് മുഖത്ത് തൊടുകയാണെങ്കിൽ നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഫേസിൽ പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് കൈകൊണ്ട് പൊട്ടിച്ച് പാടാക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓയിലി സ്കിൻ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.